ഡ്രസ്സ്. നമ്മുടെ ചേച്ചി അങ്ങനെ നമ്മുടെ എന്താ പറയുക ചെമ്പരത്തി ദുബായിലുള്ള ചെമ്പരത്തി ബാർ റെസ്റ്റോറൻറ്റിൻ്റെ ഇനാഗ്രേഷൻ പരിപാടിയിൽ പങ്കെടുക്കാനായിട്ട് പോയേക്കുകയാണ്. അപ്പോൾ പോയപ്പോൾ അവിടെ ചെന്ന് കാണിക്കുന്ന എന്താ പറയുന്നത് ചേച്ചിയുടെ കുഡാൻസ് എന്ന് പറയുന്ന ഐറ്റമാണ് ഇവിടെ കാണുന്നത്. ചേച്ചിക്ക് ഒരു 2-3 സ്റ്റെപ്പെങ്കിലും പഠിച്ചിട്ട് പോകാമായിരുന്നു. അവിടെ ഇരിക്കുന്ന പിന്നെ സ്റ്റാൻഡേലും ഒക്കെ പിടിച്ചിട്ട് കിടന്ന് അർമാദിക്കാതെ ഒരു കുട്ടി പാവാടയും ബ്ലൗസും ഒക്കെ ഇട്ടിട്ട് പുള്ളിക്കാരത്തി കിടന്ന് തുള്ളിച്ചാടുകയാണ്. ഒരു നല്ലൊരു ഡ്രസ്സൊക്കെ ഇട്ട് പിന്നെ 2-3 സ്റ്റെപ്പൊക്കെ പഠിച്ചിട്ട് പോയി ഇതുപോലെയൊക്കെയുള്ള ഡാൻസ് കളിക്കാൻ ഇരിക്കുമായിരുന്നെങ്കിൽ 1-2 സ്റ്റെപ്പൊക്കെ പഠിച്ചിട്ട് പോയി പുള്ളിക്കാരത്തി ഒന്ന് കിടന്ന് ഡാൻസ് കളിക്കുമായിരുന്നു. ഇതിപ്പം ചുമ്മാ ഏതാണ്ട് പിരി പോയ ആളെ പോലെ കിടന്ന് തുള്ളുന്ന ഐറ്റമാണ് ചേച്ചി കാണിക്കുന്നത്. എന്തായാലും ചെമ്പരത്തി ബാർ റെസ്റ്റോറൻറ്റിൻ്റെ ഭാഗമായിട്ട് ചെന്നപ്പം തന്നെ പുള്ളിക്കാരത്തി നല്ല അടിപൊളി പരിപാടിയിലാണ് എന്ന് നമുക്ക് മനസ്സിലാകും. ഇനിയിപ്പോൾ എന്തെല്ലാം കാണാനിരിക്കുന്നു. ഇനിയിപ്പം 13 ദിവസത്തോളം എങ്ങാണ്ട് പുള്ളിക്കാരത്തി ഇവിടെ ദുബായിലുണ്ടെന്നാണ് പറഞ്ഞത്. അന്നേരം ഇനിയിപ്പോൾ ഇതൊന്ന് തുടക്കം മാത്രമേ. ചേച്ചി സാമ്പിള് വെടിക്കെട്ടിട്ട് കൊടുത്തിരിക്കുകയാണ്. ഈ പുള്ളിക്കാരത്തിയെ സംബന്ധിച്ച് എനിക്ക് തോന്നുന്നത് ബാറും കള്ളുഷാപ്പും വിട്ടുള്ള ഒരു കേസ് കെട്ടുമില്ല. ഇങ്ങനെയുള്ള പരിപാടികളിൽ രേണുസുതി എന്ന് പറയുന്ന ഐറ്റമാണ് ഇപ്പോൾ ഇനാഗ്രേഷൻ പരിപാടിയിലേക്ക് പങ്കെടുക്കുന്നത്. ഇപ്പോൾ അന്നാരാജിനെയും ഹണിറോസിനെയൊക്കെ കടത്തി വെട്ടിക്കൊണ്ടാണ് പുള്ളിക്കാരത്തിയുടെ ഈ എന്താ പറയുന്നത് ഇങ്ങനെയൊക്കെയുള്ള ഐറ്റം കാണിക്കാൻ. കാരണം സകല കലാ വല്ലഭയാണ്. പാട്ടിന് പാട്ട്, ഡാൻസിന് ഡാൻസ്, ഫാഷൻ ഷോയ്ക്കാണെങ്കിൽ ഫാഷൻ ഷോ, അങ്ങനെ പല ഐറ്റം പുള്ളിക്കാരത്തിയുടെ ഈ വെറൈറ്റി ഐറ്റംസ് ഇവരുടെ ആരുടെയും കയ്യിലില്ലാത്ത പലതരത്തിലുള്ള ഐറ്റം ഉള്ള ഒരു സെലിബ്രിറ്റിയാണ് അപ്പോൾ നമ്മുടെ രേണുസുതി. അപ്പോൾ രേണുസുതി എന്ന് പറഞ്ഞ കണ്ടൻ്റായിട്ടാണ് ഞാൻ ഇന്ന് വന്നിരിക്കുന്നത്. താല്പര്യമുള്ളവർക്ക് കാണാം, അല്ലാത്തവർ സ്കിപ്പ് ചെയ്ത് പോകാവുന്നതാണ്. പിന്നെ കാണുകയും ചെയ്യും, വന്നിട്ട് വിമർശിക്കുകയും ചെയ്യുന്ന ആളുകളുണ്ട്. അത് മലയാളികളെ സംബന്ധിച്ച് അതൊരു പ്രത്യേകത തന്നെയാണ്. കാരണം കുറ്റം പറയുകയും ചെയ്യും, എന്നിട്ട് അങ്ങോട്ട് ഒളിഞ്ഞു നോക്കുകയും ചെയ്യുന്ന കലാപരിപാടികളൊക്കെ ഉള്ള ആളുകളാണ്. എന്തായാലും ഇപ്പോൾ രേണുസുതി എന്ന് പറഞ്ഞൊരു വിഷയമായിട്ടാണ് ഞാൻ ഇന്ന് വന്നിരിക്കുന്നത്. താല്പര്യമുള്ളവർക്ക് കാണാം. അതോടൊപ്പം തന്നെ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്ന പ്രേക്ഷകരെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ് ചെയ്യാനും ഹൈപ്പ് എന്നൊരു ഓപ്ഷൻ ഉണ്ട്, അത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്ക് വിഷയത്തിലേക്ക് കിടക്കാം. പുള്ളിക്കാരത്തിയുടെ സബ്സ്ക്രിപ്ഷൻ പരിപാടിയൊക്കെ ആയിട്ട് ഒരുപാട് വിമർശനങ്ങൾ വന്നു. പുള്ളിക്കാരത്തി പിന്നെ നെഗറ്റീവിന് വേണ്ടിയിട്ട് എന്ത് പരിപാടിയും കാണിക്കുന്ന ഒരു വ്യക്തിയാണ്. റീച്ച് കിട്ടണം എന്തും ഒരു സെലിബ്രിറ്റി ആയിട്ട് തിളങ്ങി നിൽക്കണം, സോഷ്യൽ മീഡിയയിലെ ഒരു മികച്ച താരമായിട്ട് മാറണം എന്നൊക്കെയുള്ള ഒരു കൺസെപ്റ്റാണ് പുള്ളിക്കാരത്തി. അതുകൊണ്ട് തന്നെ പുള്ളിക്കാരത്തി എന്ത് റീച്ചിന് വേണ്ടിയിട്ട് ഇതുപോലത്തെ പേക്കൂത്തുകൾ കാണിക്കാനും യാതൊരു മടിയുമില്ല. വല്ലാത്ത ഒരു തൊലിക്കെട്ടിയും കൂടെയുള്ള ഒരു വ്യക്തി തന്നെയാണ് രേണുസുതി. സബ്സ്ക്രിപ്ഷൻ പരിപാടി ആരംഭിച്ചേക്കുന്നപ്പോഴത്തേക്കിന് ഒരുപാട് ആളുകൾ 189 രൂപ കൊടുത്ത് സബ്സ്ക്രൈബൊക്കെ ചെയ്തിട്ടുണ്ട്. 800 സംതിങ് ആയെന്നാണ് കഴിഞ്ഞ ദിവസത്തെ കണക്ക്. അപ്പം 1.5 ലക്ഷം രൂപ മേളിലോളം പുള്ളിക്കാരത്തി സമ്പാദിച്ചിരിക്കുന്നു. അങ്ങനെ ലക്ഷങ്ങൾ മാസവരുമാനമുള്ള ഒരു വ്യക്തിയായിട്ട് മാറിയിരിക്കുകയാണ് നമ്മുടെ രേണുസുതി. പുള്ളിക്കാരത്തി ആൽബം എന്നൊക്കെ പറഞ്ഞുള്ള പരിപാടി കാണിച്ചപ്പം ഒരുപാട് വിമർശനങ്ങളുണ്ടായി. നല്ല രീതിയിലുള്ള ഒരു ആൽബവും പുള്ളിക്കാരത്തിയെ സംബന്ധിച്ച് ഇല്ലായിരുന്നു. കാരണം അതിൻ്റെ അകത്ത് മുഴുവൻ കെട്ടിപ്പിടുത്തങ്ങളും റൊമാൻറ്റിക് ആയിട്ടുള്ള രംഗങ്ങൾ എന്ന് പറഞ്ഞാൽ ഒരു അതിര് വിട്ടുള്ള രീതിയിലുള്ള രംഗങ്ങളാണ് പുള്ളിക്കാരത്തി കാഴ്ചവെച്ചത്. അതോടൊപ്പം തന്നെ ഒപ്പം അഭിനയിച്ച നായകന്മാർക്കും കൂടെ വിമർശനങ്ങൾ വന്നു. അവരുടെയൊക്കെ ഓരോരോ ചെറിയ പ്രശ്നങ്ങളായി മാറുകയൊക്കെ ചെയ്തു. അതിനുശേഷം പുള്ളിക്കാരത്തിയുടെ ഡബിൾ സ്റ്റാൻഡേർഡ്, അതായത് ഡബിൾ മീനിങ്ങും കൂടെ ആയപ്പോഴത്തേക്കിന് പുള്ളിക്കാരത്തിക്ക് സപ്പോർട്ട് ചെയ്ത പല ആളുകളും പുള്ളിക്കാരത്തിനെ ഇപ്പോൾ സപ്പോർട്ട് ചെയ്യാതെ വന്നു. കൂട്ടുകാരികൾ പോലും ഇപ്പം വലിയ സപ്പോർട്ടൊന്നും ഇല്ലെന്നാണ്. അതിന് കാരണം എന്താണെന്ന് ചോദിച്ചാൽ ഈ പുള്ളിക്കാരത്തിയുടെ കൂടെ കൂട്ടുകൂടി നടന്നു കഴിഞ്ഞാൽ ഇതുപോലുള്ള നെഗറ്റീവ് കാര്യങ്ങളാണ് കാണിക്കുന്നത് മുഴുവനും. അതുതന്നെയല്ല, സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്നത് കൊച്ചു കുട്ടികൾ വരെയുണ്ട്. അപ്പോൾ ഈ പുള്ളിക്കാരത്തിയുടെ അശ്ലീല വാക്കുകൾ, അതുപോലെ തന്നെ ഇവരോട് ചോദിക്കുന്ന മീഡിയക്കാരുടെ ചോദ്യങ്ങൾ, അതെല്ലാം ലൈംഗിക ചൊവ്വയുള്ള ചോദ്യങ്ങളാണ് സംസാരിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് ആളുകൾക്കിടയിൽ, സ്ത്രീകൾക്കിടയിലാണെന്ന് തോന്നുന്നു, കൂടുതലും ഈ പുള്ളിക്കാരത്തിയോട് നെഗറ്റീവ് പറഞ്ഞത്. അത് ആദ്യമേയൊക്കെ വലിയ സപ്പോർട്ടായിരുന്നു. നിങ്ങൾക്ക് വേറെ പണി നോക്കത്തില്ലേ, അവരങ്ങനെ എന്തെങ്കിലും ജീവിച്ചോട്ടെ എന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ളതായിരുന്നു. പക്ഷേ ഇപ്പം ഇവരുടെ ഈ കാണിക്കുന്ന കാട്ടിക്കൂട്ടലുകളും ഇതുപോലുള്ള ഈ മുതുകൂത്തും ഈ അശ്ലീല ചൊവ്വയുള്ള സംസാരങ്ങളും മീഡിയക്കാർ ഇതുപോലുള്ള തറ ക്വസ്റ്റ്യനുകളും ചോദിക്കാൻ തുടങ്ങിയതോടെ പുള്ളിക്കാരത്തിയുടെ റീച്ച് അങ്ങ് കുറഞ്ഞു കിട്ടി. അപ്പോഴത്തേക്കാണ് പുള്ളിക്കാരത്തി അടുത്ത പടിയായിട്ട് പണം സമ്പാദിക്കാൻ വേണ്ടിയിട്ട് സബ്സ്ക്രിപ്ഷൻ എന്നൊരു പരിപാടി തുടങ്ങിയിരിക്കുന്നത്. എക്സ്ക്ലൂസീവായിട്ടുള്ള കണ്ടന്റുകളായിട്ട് വരും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പുള്ളിക്കാരത്തി നേരത്തെ തന്നെ പരസ്യം അച്ചടിച്ചു ഇൻസ്റ്റഗ്രാമിൽ. അപ്പോൾ പുള്ളിക്കാരത്തി തന്നെ ഇങ്ങനെ പറഞ്ഞു കൊടുത്തു, നീ കാണാം എന്നൊക്കെ പറയുന്നത് ഒരു ചേഷ്ടയോടുകൂടിയാണ്. അതിൻ്റെ കൂട്ടത്തിൽ ഇവിടെ പൊത്തിപ്പിടിക്കുകയും കഴുത്തിറങ്ങിയിരിക്കുന്ന ഡ്രസ്സും ഒക്കെ ഇട്ടാണ് പുള്ളിക്കാരത്തി വന്ന് വാചകം അടിച്ചത്.
അതും കൂടി ആയപ്പോഴത്തേക്കിന് ഇനി എന്തെങ്കിലും ഇത് കൂടുതൽ ഇപ്പം കാണിക്കുന്നതിനേക്കാളും കൂടുതൽ എന്തെങ്കിലും കാര്യങ്ങൾ രേണു ചേച്ചിയുടെ അടുത്തുനിന്നോ കിട്ടുമെന്നും കരുതി കുറേ ഞരമ്പന്മാർ പോയി സബ്സ്ക്രൈബ് ചെയ്തു. അതോടൊപ്പം തന്നെ ആ സബ്സ്ക്രിപ്ഷൻ ചെയ്ത ആളുകൾ അതിൽ നിന്ന് സ്ക്രീൻ റെക്കോർഡ് എടുത്ത് അത് പുറത്തേക്ക് വിടുകയും ചെയ്തു, ലീക്ക് ആവുകയും ചെയ്തു. ചേച്ചീനെ അത് ചോടിപ്പിക്കുകയും ചെയ്തു. കാരണം കിട്ടുന്ന വരുമാനം ഇനിയും കുറയും. കാരണം പൈസ കൊടുക്കാതെ ഇതുപോലെ ഇങ്ങനെ ലീക്കായിട്ട് കാര്യങ്ങൾ കിട്ടുമെങ്കിൽ പിന്നെ ആരും പൈസ കൊടുത്തിട്ട് ഇത് കാണാൻ പോവുകയില്ല. അപ്പം പുള്ളിക്കാരത്തിക്ക് അങ്ങനെ ഒരു ടെൻഷൻ വന്നപ്പോഴത്തേക്കിന് കേസ് കൊടുക്കും, മറ്റേതായി മറിച്ചതായി എന്നും പറഞ്ഞുകൊണ്ട് ചേച്ചി വന്ന് കുറേ ആളുകളെ വിമർശിക്കുകയും റിയാക്ഷൻ ചെയ്യുന്ന ആളുകളെ പറയുകയൊക്കെ ചെയ്തു. പക്ഷേ ഈ റിയാക്ഷൻ ആളുകൾ വന്നേക്കുന്നതുകൊണ്ടാണ് ഈ ചേച്ചി ഇത്രത്തോളം റീച്ച് ആയേക്കുന്നുള്ള കാര്യം ചേച്ചി മനസ്സിലാകുന്നില്ല. ഇവർ ഓരോ കണ്ടന്റ് ഇട്ട് കൊടുക്കുന്നു, അവർക്കും കണ്ടന്റിന് ക്ഷാമമായതുകൊണ്ട് ഈ കണ്ടന്റിനെ പിടിച്ച് അവരും വീഡിയോ ചെയ്യുന്നു. അതിനൊക്കെ വളരെയധികം രേണുസുധീനെ വിമർശിക്കുന്നുണ്ടെങ്കിലും ഇവരുടെ വീഡിയോ കാണാൻ വേണ്ടിയിട്ട് ഒരുപാട് ആളുകളുണ്ട്. അത് എന്തൊക്കെയാണ് കാണിക്കുന്നതെന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ടൊരു ആകാംക്ഷയുണ്ട്. അപ്പോൾ അതുകൊണ്ട് എല്ലാവരും തന്നെ ഇത് പുള്ളിക്കാരത്തിയുടെ വീഡിയോ ആണെന്ന് കാണുമ്പോഴത്തേക്കിന് അതിൽ കയറി നോക്കുകയും വിവരങ്ങൾ അറിയുകയും ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ റിയാക്ഷൻ വീഡിയോ ചെയ്യുന്ന ആളുകൾക്ക് വ്യൂസും കിട്ടുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഇവർ റീച്ചായി മാറുകയും ചെയ്യുന്നുണ്ട്. അപ്പം നിങ്ങൾക്ക് നിർത്തിക്കൂടെ? നിങ്ങൾ ഇങ്ങനെ ഇവരെക്കുറിച്ച് വീഡിയോ ചെയ്യുന്നതുകൊണ്ടാണ് അവർ ഇത്ര ഇതിൽ റീച്ചായി പോകുന്നത്, അപ്പോൾ നിങ്ങൾ നിർത്തുക എന്ന് പറയും. പക്ഷേ നമുക്കും കണ്ടന്റ് ഈ ഒരു കണ്ടന്റ് ചെയ്യുമ്പോഴാണ് വ്യൂസും റീച്ചും കൂടുതൽ കിട്ടുന്നത്. അപ്പോൾ പിന്നെ പുള്ളിക്കാരത്തി നിർത്താതെ നമുക്കും നിർത്താൻ പറ്റത്തില്ല എന്നൊരു സത്യാവസ്ഥയും കൂടെ ഉണ്ട്. എന്തായാലും പുള്ളിക്കാരത്തി ഇങ്ങനെ ഓരോരോ പരിപാടികൾ ഒപ്പിച്ചുകൊണ്ടേയിരിക്കും. എന്നിട്ട് പറയും, ഇടയ്ക്ക് വന്നിട്ട് പറയും, നിങ്ങൾ റിയാക്ഷൻ ഓടികൾ എന്നെ സപ്പോർട്ട് ചെയ്തു, ഞാനും അതനുസരിച്ച് റീച്ച് ആകുന്നല്ലേ, പിന്നെ സബ്സ്ക്രിപ്ഷൻ നിങ്ങൾ പ്രൊമോട്ട് ചെയ്തുകൊണ്ട് എനിക്ക് നല്ലതായിപ്പോയി എന്നൊക്കെ പറയുകയും ചെയ്യും. ആ വായി തന്നെ നിങ്ങൾ കേസ് കൊടുക്കുകയും ചെയ്യുമെന്നും പറയുന്ന ഡബിൾ സ്റ്റാൻഡേർഡും ഈ പുള്ളിക്കാരത്തിക്ക് ഇപ്പോൾ ഉണ്ട്. അപ്പം ഇപ്പോഴെന്നല്ല, പുള്ളിക്കാരത്തിക്ക് ശ്രുതി മരിച്ചപ്പം തൊട്ടേ പല ഇതാണ്. കാരണം എന്തെങ്കിലും കിട്ടുമ്പം വലിയ ആർത്തി പിടിച്ച് മേടിക്കുകയും ചെയ്യും. അതിനുശേഷം ഒരു 10 ദിവസം കഴിയുമ്പോഴത്തേക്കിന് തന്തയ്ക്കും തള്ളയ്ക്കും വിളിക്കുന്ന ഒരു സ്വഭാവക്കാരത്തിയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ പുള്ളിക്കാരത്തിക്ക് ഈ ഡബിൾ സ്റ്റാൻഡേർഡ് ഉള്ള വ്യക്തിയാണെന്ന് നമുക്ക് ഇതിനോടകം തന്നെ അറിയുകയും ചെയ്യാവുന്നതാണ്. കാരണം ഒന്നുമില്ലാതെ കിടന്ന പുള്ളിക്കാരത്തിനെ ഇതുപോലെ ഒരു കയറി കിടക്കാൻ ഒരു വീടും സ്ഥലവും ഒക്കെ കൊടുത്ത ആളുകളെയാണ് അത് പരിഹസിക്കുകയും വിമർശിക്കുകയും ഒക്കെ ചെയ്ത് അവരെ നാറ്റിക്കാവുന്നതിൻ്റെ അപ്പുറം നാറ്റിക്കുകയും ചെയ്ത് പുള്ളിക്കാരത്തിക്ക് അത്രയ്ക്കും നന്ദിയില്ലാത്ത ഒരു വ്യക്തി തന്നെയാണ്. അതിനൊപ്പം കൂട്ടുനിൽക്കുന്ന ഒരു സഹോദരിയുണ്ട്, അച്ഛനുണ്ട്, അമ്മയുണ്ട്. പിന്നെ കിച്ചു എന്ന് പറഞ്ഞ 21 വയസ്സുള്ള ചെറുക്കൻ ഒന്നിനും ഇടപെടുന്നില്ല. അവനെ എന്തെങ്കിലും കാര്യത്തിൽ അവൻ പേടിച്ചിട്ടിരിക്കുകയാണോ അതോ അവന് കിട്ടുന്ന പോക്കറ്റ് മണി ഓർത്ത് മിണ്ടാതിരിക്കുന്നതാണോ എന്താണെന്ന് അറിയത്തില്ല. കഴിഞ്ഞ ദിവസം അവൻ്റെ ഒരു വീഡിയോ വന്ന് വളരെ വൈറലായി. അപ്പോൾ അവൻ്റെ ഇരുട്ടായ ജീവിതത്തിലേക്ക് വെളിച്ചമായിട്ട് ഒരാൾ വന്നു എന്നും പറഞ്ഞുകൊണ്ടുള്ള ഒരു വിവരം പറഞ്ഞു. അപ്പോൾ അതിന് രേണു അമ്മയാണോ എന്ന് ചോദിച്ചപ്പോൾ അയ്യോ എൻ്റെ അമ്മ അല്ലേ എന്നും പറഞ്ഞ് കൈ കൂപ്പി തൊഴുതാണ് അവൻ മറുപടി കൊടുത്തിരിക്കുന്നത്. അപ്പോൾ അങ്ങനെ പിന്നെ എന്തുകൊണ്ടാണ് ഇവൻ മിണ്ടാതിരിക്കുന്നതെന്ന് ചോദിച്ചാൽ എന്തെങ്കിലും അവനെ പേടിപ്പിച്ച് നിർത്തിയിട്ടുണ്ട്. അതല്ലെങ്കിൽ അവൻ ഇങ്ങനെ കിട്ടുന്ന ഇടയ്ക്കിടയ്ക്ക് കിട്ടുന്ന പിള്ളേരല്ലേ, അവർക്ക് ഇങ്ങനെയൊക്കെ ഇടയ്ക്കൊക്കെ പൈസ കിട്ടുമ്പോൾ അതിനോടൊരു പ്രത്യേക താല്പര്യമുണ്ട്. അത് വേണ്ട എന്ന് വെക്കണ്ടല്ലോ എന്ന് കരുതിയായിരിക്കാം അവന് ചിലപ്പം മിണ്ടാതിരിക്കുന്നത്. പിന്നുള്ള ഒരു കുഞ്ഞു കൊച്ചാണ് ഋതപ്പൻ എന്ന് പറഞ്ഞത്. അതിന് പറയാനും കാര്യങ്ങൾ ഒന്നും അതിനുള്ള ഒരു അറിവും പക്വതയൊന്നും ആയിട്ടില്ല. അതുകൊണ്ട് അതിന് പ്രതികരിക്കാനുള്ള ശേഷി ആയിട്ടുമില്ല. പക്ഷെ കുറച്ച് കഴിയുമ്പോൾ അമ്മ കാണിക്കുന്ന വെച്ചാൽ ഈ പരിപാടികളോർത്ത് കൂട്ടുകാർ തന്നോട് വിമർശിക്കുകയും തന്നെ പരിഹസിക്കുകയും ചെയ്യുമ്പോഴായിരിക്കും ഈ കുഞ്ഞിൻ്റെ വായിൽ നിന്ന് ഈ രേണു കേൾക്കാൻ പോകുന്നത്. പക്ഷെ അതിനുള്ള മറുപടികളൊക്കെ നേരത്തെ തയ്യാറാക്കിയിരിക്കുന്നത് നല്ലതായിരിക്കും. എന്തായാലും രേണു അങ്ങ് ബാറിൽ പോലുള്ള ബാർ ഡാൻസും പരിപാടികളും കലാപരിപാടികളുമായിട്ട് മുന്നേറിക്കൊണ്ടേയിരിക്കുകയാണ്. പുള്ളിക്കാരത്തിക്ക് റീച്ച് കിട്ടിയാൽ മതി എന്നാണ്. എന്നിട്ട് പറയുന്നത്, ഞാൻ ഒരുപാട് കഷ്ടപ്പെട്ടാണ്, പണമില്ലാതിരുന്ന സമയം ഒരുപാടുണ്ട്, എനിക്ക് എൻ്റെ അറിയാവുന്നതാണ്, നിങ്ങളാരെങ്കിലും എനിക്ക് ചിലവിന് തരുമോ എന്നാണ്. ഈ പുള്ളിക്കാരത്തിക്ക് ഈ ശ്രുതി മരിച്ചു കഴിഞ്ഞപ്പോഴത്തേക്കിന് ജോലി ഓഫർ ചെയ്തതാണ്. അത് വേണ്ടെന്ന് വെച്ചാണ്. ഈ പുള്ളിക്കാരത്തി ഒരു യൂട്യൂബ് ചാനലുണ്ട്, ആൽബമായിട്ട് പോകുന്നുണ്ട്. പക്ഷേ ഇതൊന്നും പുള്ളിക്കാരത്തിക്ക് നല്ല രീതിയിൽ കൊണ്ടുപോകാൻ പറ്റത്തില്ല. പുള്ളിക്കാരത്തിക്ക് ഇതുപോലത്തുള്ള പേക്കൂത്തുകൾ കാണിച്ച് നെഗറ്റീവിൽ കൂടെ റീച്ച് ആകണം എന്നൊരൊറ്റ ഉദ്ദേശം മാത്രമേ ഉള്ളൂ. വിധവകളെ റെപ്രസെൻറ്റേറ്റീവ് ചെയ്യുന്ന വ്യക്തിയാണെന്നാണ് പറഞ്ഞത്. ഇങ്ങനെയാണോ വിധവകൾ? എത്രയോ വിധവകൾ കുട്ടികളെ വളർത്തുകയും നല്ല രീതിയിൽ കഷ്ടപ്പെട്ട് മക്കളുടെ കാര്യങ്ങൾ കുടുംബം ഒക്കെ നോക്കി നല്ല രീതിയിൽ മുമ്പോട്ട് പോകുന്ന സ്ത്രീകൾ ഒരുപാട് പേരുണ്ട്. എല്ലാ സ്ത്രീകളും വിധവകളെല്ലാം ഇങ്ങനെയല്ല കാണിക്കുന്നത്. രാത്രി വന്ന് ലൈവ് കാണിച്ച് മാറിട പ്രദർശനവും നടത്തി അങ്ങനെയല്ല അവർ പണം സമ്പാദിക്കുന്നത്. എന്താ വരുന്ന തലമുറയ്ക്കും കൂടെ എന്താണ് ഇവർ ഇത് ചെയ്തു കൊടുക്കുന്നത്? ഇവരിങ്ങനെ കാണിച്ചുകൊണ്ട് എന്താണ് ഇവരെ മാതൃകയാക്കേണ്ടത്? ഇവർ കാണിക്കുന്ന മൊത്തം നെഗറ്റീവ് മാത്രമേ ഉള്ളൂ. അങ്ങേയറ്റം നെഗറ്റീവാണ്. അതുകൊണ്ട് തന്നെയാണ് നമ്മളൊക്കെ വീഡിയോ ചെയ്യുമ്പോൾ വിമർശിക്കുന്നത്. ആദ്യമൊക്കെ ഇവരെ സപ്പോർട്ട് ചെയ്ത വ്യക്തിയായിരുന്നു ഞാനും.
പക്ഷേ ഇപ്പം കാണിക്കുന്ന അവർ കാണിച്ചു കൂട്ടുന്ന ഇതുപോലുള്ള പരിപാടിയായിട്ട് മുമ്പോട്ട് പോകുന്നതുകൊണ്ടാണ് ആളുകൾ വിമർശിക്കാനിടയാകുന്നത്. അല്ലാതെ ആർക്കും പ്രത്യേകിച്ച് ഇവരോട് വ്യക്തിപരമായിട്ടുള്ള വൈരാഗ്യമോ കാര്യങ്ങളോ ഒന്നുമില്ല. എന്തായാലും രേണുസുതി ദുബായിലേക്ക് പോയിരിക്കുകയാണ്. തുടക്കം ഇങ്ങനെയാണ് കാണിച്ചിരിക്കുന്നത്. ഇനി ഈ 13 ദിവസത്തോളം എന്തൊക്കെ കാട്ടിക്കൂട്ടുമെന്നുള്ള കാര്യം നമുക്ക് കണ്ടറിയാം. അതിനോടൊപ്പം തന്നെ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്ന പ്രേക്ഷകരെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ് ചെയ്യാനും മറക്കരുത്. അതോടൊപ്പം തന്നെ ഈ വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ നിങ്ങൾ കമൻ്റായിട്ട് രേഖപ്പെടുത്തുക.